ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആയിരിക്കും ഫേഷ്യൽസ്. സോ നമ്മൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഈ മന്ത്ലി വൺസ് അല്ലെങ്കിൽ റൊട്ടീൻ ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്? കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു ക്ലീനപ്പും ബ്ലീച്ചും മസാജും മാസ്കും അടങ്ങുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു. സോ അതിൽ നിന്നെല്ലാം ഒരു പ്രൊഫഷണൽ SOP ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പ്യുവർലി കസ്റ്റമൈസ്ഡ് അപ് ടു യുവർ സ്കിൻ കൺസേൺ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 5 പേര് ഫേഷ്യൽ ചെയ്യാനുണ്ടെങ്കിൽ ആ 5 പേർക്കും സ്പെസിഫിക് സ്കിൻ കൺസേൺസ് ആയിരിക്കും. സോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് ടൂൾസ് ആയിരിക്കും എൻറ്റയർ ഒരു പ്രൊഫഷണൽ ഫേഷ്യലിൽ ഫോളോ ചെയ്യുന്നത്. ഫേഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് അല്ല, അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ ഫേഷ്യൽസ് കൊണ്ട് പറ്റില്ല. അങ്ങനെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റിലൂടെ അച്ചീവ് ചെയ്യുന്ന ഒരു ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൊട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് ഓൾസോ പ്രൊഫഷണൽ ഫേഷ്യൽസ് ഏജിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രിവെന്റീവ് മെത്തേഡ് കൂടിയാണ്. ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെൽത്തി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ സ്കിൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്റ്റേണൽ ഇഷ്യൂസിനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് മന്ത്ലി വൺസ് എങ്കിലും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കെയർ ആണ് ബെസ്പോക്ക് ഫേഷ്യൽസ്.